अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع إن ذلكم خير لكم إن كنتم تعلمون وإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين അല്ലാഹു റമദാനിലെ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പന നൽകിയപ്പോൾ അതിനോടൊപ്പം തന്നെ ഇതുകൂടി പറയുകയുണ്ടായി, അയ്യാമം മഅദൂദാത്ത്, ഇത് എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങൾ ആണ്. റമദാൻ ആരംഭിച്ചപ്പോൾ നമ്മളിൽ ഒരുപാട് പേർ ചിന്തിച്ചിട്ടുണ്ടാകും, ചൂടുകാലത്തെ നീണ്ട പകലുകൾ ആണ്, ഈ 30 നോമ്പുകൾ എങ്ങനെ കടന്നുപോകും എന്നറിയില്ല, വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അള്ളാഹു പറഞ്ഞതുപോലെ ഇത് എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങളാണ്, ആ ദിവസങ്ങളും കടന്നുപോയി. ഇന്ന് 25ാമത്തെ നോമ്പാണ്. എനിക്ക് ഒരുപാട് പേർ എഴുതുകയും ചെയ്യുന്നു, ഈ ദിവസങ്ങൾ കടന്നുപോയത് അറിയാൻ തന്നെ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഈ കാര്യം ശരി തന്നെയാണ്. റമദാൻ വരികയും ആരംഭിക്കുകയും ചെയ്യുമ്പോൾ തുടക്കത്തിൽ തോന്നുന്നു വലിയ നീണ്ട പകലുകളാണ് എന്ന്. എന്നാൽ ദിവസങ്ങൾ കടന്നുപോകാൻ തുടങ്ങുമ്പോൾ അറിയുക തന്നെയില്ല. ഇന്ന്
कि ये दिन റമദാനിലെ അവസാനത്തെ ജുമാ കൂടിയാണ്. ബാക്കി 5 ചില സ്ഥലങ്ങളിൽ ഒരുപക്ഷെ 4 നോമ്പായിരിക്കും ഉണ്ടാവുക. शुरू होता है ഈ 4-5 ദിവസങ്ങളിലും നമ്മളിൽ ഓരോരുത്തരും അല്ലെങ്കിൽ റമദാനിൽ നിന്ന് പ്രയോജനം എടുക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും വിധത്തിലുള്ള കുറവുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ ദിവസങ്ങളിൽ നാം അത് ദൂരീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. शायद 4 रोजे रह गए हों അള്ളാഹുവിനോട് ദുആ ചെയ്യുക. में भी അള്ളാഹു हर एक को നമ്മുടെ ന്യൂനതകളെ മറച്ചുവെക്കട്ടെ, നമ്മോട് കരുണ ചെയ്യുമാറാകട്ടെ, നമ്മെ റമദാനിലെ അനുഗ്രഹം നിഷേധിക്കപ്പെട്ടവരാക്കി തീർക്കാതിരിക്കട്ടെ. पूरा इस्तिफादा करने में रह गई हैं. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് റമദാനിലെ അവസാനത്തെ ജുമാ ആണ്. अल्लाह ताला से പൊതുവായ ഭാഷയിൽ ഇതിനെ ജുമഅത്തുൽ വിദാ എന്ന് പറയുന്നു. हमारी पर्दापोशी फरमाए. പൊതു മുസ്ലിങ്ങളിൽ ഈ ജുമാ रमजान की बरकतों से റമദാനിലെ അവസാനത്തെ ജുമാ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് आज जैसे कि मैंने ഈ ജുമായിൽ എല്ലാ ദുആകളും സ്വീകരിക്കപ്പെടും എന്ന് ചിന്തിച്ചുകൊണ്ട് जिसे आम ഈ ജുമായുടെ അനുഷ്ഠാനം കൊണ്ട് മുഴുവൻ വർഷവും നഷ്ടപ്പെട്ട നമസ്കാരങ്ങളും ജുമാകളും എല്ലാവിധത്തിലുള്ള ആരാധനകളും കടമകളും നിറവേറ്റപ്പെടും എന്ന് വിചാരിക്കുന്നു. और ये तसव्वुर रखते हुए എന്നാൽ जुमे में ഒരു യഥാർത്ഥ മുഅ്മിന്റെ ചിന്താഗതി ഇതായിരിക്കുകയില്ല. और इस जुमे की अदायगी से ഇത് അങ്ങേയറ്റം തെറ്റായ ഒരു ചിന്താഗതിയാണ്. छुट्टी हुई ഒരു അഹ്മദി ഒരു യഥാർത്ഥ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം की बात അത്തരം കാര്യങ്ങളും ചിന്താഗതികളും का ദീനിനെ പരിഹസിക്കുന്ന കാര്യങ്ങളാണ്. लेकिन നമ്മുടെ മേൽ का ये तसव्वुर അള്ളാഹുവിന്റെ വലിയ ഒരു ഔദാര്യമുണ്ട്. ये एक इंतहाई നമുക്ക് ഈ കാലഘട്ടത്തിൽ അള്ളാഹു നിയോഗിച്ച അവന്റെ സത്യാത്മാവ് ऐसी बातें റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസനെ വിശ്വസിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുകയുണ്ടായി. हम पर അദ്ദേഹം നമ്മെ ഇത്തരത്തിലുള്ള തെറ്റായ ചിന്താഗതികളിൽ നിന്നും തെറ്റായ ധാരണകളിൽ നിന്നും ശുദ്ധമാക്കിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള മാർഗദർശനം നമുക്ക് നൽകുകയുണ്ടായി. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നു. सल्लल्लाहु अलैहि वसल्लम के അള്ളാഹുവിന്റെ സാമീപ്യത്തിന്റെ മാർഗം കാണിച്ചു തന്നു. ഒരിക്കൽ ഒരു മജ്ലിസിൽ ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, മുസ്ലിങ്ങളിൽ ഒരു ആചാരമുണ്ട്, ജുമഅത്തുൽ വിദാ ദിവസം ആളുകൾ 4 റക്അത്ത് നമസ്കരിക്കുന്നു. की हकीकी तालीम से അതിന്റെ പേര് आगाह किया ഖസായെ ഉംരി എന്ന് വെക്കുന്നു. और अल्लाह ताला के कुर्ब അതിന്റെ ഉദ്ദേശം ഇതാണ്: കഴിഞ്ഞുപോയ അനുഷ്ഠിക്കാൻ സാധിക്കാത്ത നമസ്കാരങ്ങൾ അത് മുഖേന പൂർത്തിയാക്കപ്പെടും. ഇതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഇത് അനുവദനീയമാണോ? लोग 4 रकत नमाज ഇത് കേട്ട് ഹസ്രത്ത് അഖ്ദസ് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, कज़ाए उम्री रखते हैं. ഇതൊരു നിരർത്ഥകമായ കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, नमाजें ഏതൊരാളാണോ की അറിഞ്ഞുകൊണ്ട് വർഷം മുഴുവനും इसका ഞാൻ ഖസായെ ഉംറയുടെ ദിവസം അനുഷ്ഠിക്കും എന്ന് ചിന്തിച്ച് നമസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ അയാൾ പാപിയാണ്. എന്നാൽ ഏതൊരാളാണോ ലജ്ജിതനായി തൗബ ചെയ്യുകയും एक फजूल अमल है. ഭാവിയിൽ നമസ്കാരം ഉപേക്ഷിക്കുകയില്ല എന്ന നിയ്യത്തോടുകൂടി നമസ്കരിക്കുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല. പറയുന്നു, तर्क करता है നാം ഈ പ്രശ്നത്തിൽ ഹസ്രത്ത് അലിയുടെ മറുപടി തന്നെ നൽകാം. तो वो गुनाहगार है. ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടിയുടെ സംഭവം ഇപ്രകാരമാണ്. അത് ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരാൾ नमाज അസമയത്ത് നമസ്കരിക്കുകയായിരുന്നു. तो उसके लिए നമസ്കാരം അനുഷ്ഠിക്കുന്ന സമയമായിരുന്നില്ല, നമസ്കരിക്കുകയായിരുന്നു. ഏതോ ഒരാൾ ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, താങ്കൾ കാലത്തിന്റെ ഖലീഫയാണ്, हज़रत अली रज़ियल्लाहु अन्हु के ഇദ്ദേഹത്തെ എന്തുകൊണ്ടാണ് വിലക്കാത്തത്? ഇയാൾ തെറ്റായ സമയത്താണ് നമസ്കരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, एक दफा ഞാൻ ഈ സമയത്ത് बेवक्त नमाज पढ़ ഈ ആയത്തിന്റെ കീഴിൽ वक्त नहीं था, नमाज पढ़ रहा था. കുറ്റവാളിയായി തീരുമോ എന്ന് ഭയപ്പെടുന്നു. हज़रत अली അറഅയ്തല്ലദീ യൻഹ അബദൻ ഇദാ സ്വല്ലാ. खलीफा वक्त हैं. इससे इसे मना क्यों ഒരു ദാസൻ
कि गलत वक्त നമസ്കരിക്കുമ്പോൾ അയാളെ തടയുന്നവനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? कि मैं डरता हूँ कि कहीं इस आयत के नीचे मुल्ज़िम न बन जाऊं। और आयत अल्लज़ी ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനു ശേഷം പറയുന്നു, अनहा അഥവാ ലജ്ജിതനായിക്കൊണ്ട് നഷ്ടപ്പെട്ടു പോയതിന് മാപ്പ് ചോദിക്കുകയാണെങ്കിൽ നമസ്കരിച്ചു കൊള്ളട്ടെ. എന്തിനാണ് നിങ്ങൾ വിലക്കുന്നത്? അവസാനം ദുആ തന്നെയാണല്ലോ ചെയ്യുന്നത്. ഈ 4 റക്അത്ത് നമസ്കരിക്കുന്നത്. എന്നാൽ ഇതിൽ ദൃഢചിത്തതയില്ലായ്മ തീർച്ചയായുമുണ്ട്. നീയത്തിന്റെ അവസ്ഥ അള്ളാഹുവിന് മാത്രമേ അറിയൂ. അതുകാരണമാണ് ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹും സൂക്ഷ്മത പാലിച്ചത്. ഈ കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അറഅയ്തല്ലദീ യൻഹാ അബദൻ ഇദാ സല്ല. ഈ കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് तो अल्लाह ताला जानता है, जिसकी वजह से അവിടുന്ന് അയാളെ തടഞ്ഞില്ല. ഹദ്റത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമും ഇതേ കാര്യം തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഫത്വ നൽകിയത്. अल्लाह ताला ने कुरान शरीफ में फरमाया എന്നാൽ അതോടൊപ്പം തന്നെ ഈ കാര്യം വ്യക്തമാക്കുകയുണ്ടായി, ഇത് ദൃഢചിത്തതയില്ലായ്മയാണ്. सामने रखते हुए അഥവാ നീയത്ത് ഖസായെ ഉംറയുടേതാണ് എങ്കിൽ, नहीं रोका। പരിഷ്കരണം അല്ല എങ്കിൽ, इस्लाम ने भी इसी चीज को അഥവാ ഇന്ന് ഞാൻ 4 റക്അത്ത് നമസ്കരിക്കുന്നുണ്ട്, ഇതിനുശേഷം ഞാൻ സ്ഥിരചിത്തതയോടുകൂടി നമസ്കരിക്കുന്നതായിരിക്കും എന്ന നീയത്താണ് എങ്കിൽ നല്ലതാണ്. ये पस അഥവാ പരിഷ്കരണത്തിന്റെ നീയത്ത് ഇല്ല എങ്കിൽ അത്തരം വ്യക്തി പാപിയാണ്. नियत कज़ाए उम्री की है അഹ്മദിയ ജമാഅത്തിൽ और इस ഖസായെ ഉംറയെ കുറിച്ച് ഒരു കാഴ്ചപ്പാടും ഇല്ല. നാം से पढ़ी कि आज मैं കാലഘട്ടത്തിന്റെ ഇമാമിനെ വിശ്വസിച്ചവരാണ്. आइंदा बाकायदगी से नमाजें पढ़ता रहूंगा। ഈ നിബന്ധനയോടുകൂടിയാണ് വിശ്വസിച്ചിരിക്കുന്നത്. नियत नहीं है നാം എല്ലാവിധത്തിലുള്ള ബിദ്അത്തുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നതായിരിക്കും. ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുന്നതായിരിക്കും. ദീനിന് പ്രാധാന്യം നൽകും എന്ന പ്രതിജ്ഞ ഉള്ളപ്പോൾ എങ്ങനെ നമസ്കാരം ഉപേക്ഷിക്കാൻ സാധിക്കും? माने के इमाम को എങ്ങനെ ജുമായെ ഉപേക്ഷിക്കാൻ സാധിക്കും? इस शर्त के साथ मानना നമ്മെ സംബന്ധിച്ചിടത്തോളം कि ജുമാഅത്തുൽ വിദായെ കുറിച്ച് എന്തെങ്കിലും ചിന്താഗതി ഉണ്ട് എങ്കിൽ दीन को തികച്ചും വ്യത്യസ്തമായ ചിന്താഗതിയാണ്. ഒരു യഥാർത്ഥ അഹമ്മദിയെ സംബന്ധിച്ചിടത്തോളം करने का अहद है ഈ ചിന്താഗതി तो फिर नमाजें തന്നെയായിരിക്കണം ഉണ്ടായിരിക്കേണ്ടതും. അതിതാണ്, जुमा छोड़ना कैसे? നാം വളരെ വേദന നിറഞ്ഞ ഹൃദയത്തോടുകൂടി ये ഈ ജുമായോട് വിട ചൊല്ലുകയാണ്. मतलब विदा का तसव्वुर है ഈ ചിന്തയോടും ദുആയോടും കൂടി വിട ചൊല്ലുകയാണ്. और तसव्वुर യഥാർത്ഥത്തിൽ ജുമായോടല്ല വിട പറയുന്നത്, മറിച്ച് ഈ മാസത്തെ ഈ അനുഗ്രഹീത ദിവസങ്ങളോടാണ് നാം വിട ചൊല്ലുന്നത്. ये है कि हम ജുമാ ഞങ്ങൾക്ക് बड़े भारी വലിയ സംഖ്യയിൽ ഒരുമിച്ചു കൂടാനുള്ള ഒരു മാർഗമാണ്. और इस सोच ഇത് ഈ റമദാനിലെ അവസാനത്തെ ജുമായാണ്. के അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചുകൂടി അള്ളാഹുവിനോട് ഈ ദുആ ചെയ്യുന്നു, महीने को അള്ളാഹുവേ, इन बाबरकत दिनों को ഏതെല്ലാം ജുമായും ദിവസങ്ങളുമാണോ क्योंकि ഞങ്ങൾ റമദാനിൽ കഴിച്ചുകൂട്ടിയത്, में जमा होने का ഏതെല്ലാം അനുഗ്രഹങ്ങളാണോ ഞങ്ങൾ റമദാനിൽ നിന്ന് കരസ്ഥമാക്കിയത്, അതിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ മുഴുവൻ കഴിവുകൾ കൊണ്ടും ശക്തികൾ കൊണ്ടും जमा होकर अल्लाह ताला से ये दुआ करते അടുത്ത റമദാനെ വരവേൽക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകിയാലും. ഇതായിരിക്കണം നമ്മുടെ ചിന്താഗതി. और जुमे हमने रमजान में गुजारे हैं ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ടവരോട് വിട പറയുന്നത്, നിങ്ങൾ कायम रहते हुए अपने ഞങ്ങളോട് വിട പറയുകയാണ്, और इस्तेदादों അതുകൊണ്ട് ഞങ്ങൾ ഇനി നിങ്ങളെ മറക്കുന്നതായിരിക്കും എന്ന നിലയിലായിരിക്കുകയില്ല. इस्तकबाल करें। ഇനി ഞങ്ങൾക്ക് നിങ്ങളുടെ സ്മരണയുമായി ഒരു ബന്ധവുമില്ല എന്ന നിലയിലല്ല, എന്നേക്കുമായി किसी प्यारे തങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ഓർമ്മകൾ പോലും മനുഷ്യൻ മറക്കാറില്ല. अब तुम हमारे से रुखसत हो रहे हो, इसलिए अब हम അവരുടെ ഓർമ്മകൾ നിലനിർത്തുന്നതിനു വേണ്ടി അവരുടെ സത്പ്രവർത്തികൾ നിലനിർത്താനായി പരിശ്രമിക്കുന്നു, हमें कोई सब അല്ലെങ്കിൽ അവരുടെ പേരിൽ നന്മകൾ നിലനിർത്തുന്നു. अपने प्यारे जो मुस्तकिल छोड़कर जाते हैं വിശ്വാസികളാണ് എങ്കിൽ അവർക്ക് വേണ്ടി ദുആയും ചെയ്യുന്നു. उनकी यादों को भी नहीं भुलाता। താൽക്കാലികമായി വിട പറയുന്നവർ उनकी यादों को जारी रखने തങ്ങളുടെ തിരക്ക് കാരണമോ उनके नेक काम ജോലികൾ കാരണമോ ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്കോ
ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്കോ മാറുന്നവരെ മനുഷ്യൻ ഒരിക്കലും തന്നെ മറക്കാറില്ല. मोमिन हैं तो उनके लिए दुआएं ഇന്നത്തെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് और जो हाजिर നാം കാണുന്നു, ഫോണിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജിലൂടെ और कामों की वजह से एक शहर से दूसरे शहर അനേകം മറ്റു മാർഗങ്ങളും ഉണ്ട്. मुंतकिल होते हैं. മെസ്സേജുകളുടെ അനേകം മറ്റു മാർഗങ്ങളുമുണ്ട് എന്നല്ല, ഇപ്പോൾ സ്കൈപ്പ് എന്ന ഒന്നും തുടങ്ങിയിട്ടുണ്ട്. അത് മുഖേന തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ इस्तेमाल करते ശബ്ദം കേൾക്കാനും അവരുടെ അനക്കമടക്കങ്ങൾ കാണാനുമുള്ള പരിശ്രമം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഏതെങ്കിലും പ്രിയപ്പെട്ടവരോട് നാം വിട പറയുന്നത് ഇനി 1-2 വർഷത്തേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു പോകും എന്ന നിലയിലല്ല, इसके जरिए कोई ഞങ്ങൾ നിങ്ങളെ മറന്നുപോകും എന്ന നിലയിലല്ല. നിങ്ങൾ ആരായിരുന്നു, और उनकी हरकत सुकनात ഇനി നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ को विदा അപ്പോൾ कभी हम इसलिए नहीं करते നിങ്ങളോടുള്ള കടമകൾ നിറവേറ്റണോ അതോ വേണ്ടയോ എന്ന് तुम्हारी നോക്കാം. നിങ്ങളോട് എന്തെങ്കിലും വിധത്തിലുള്ള സ്നേഹത്തോടു കൂടി പെരുമാറണോ അതോ വേണ്ടയോ? ഭൗതിക ബന്ധങ്ങളിൽ അപ്രകാരം സംഭവിക്കുന്നതായി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അഥവാ ആരെങ്കിലും അപ്രകാരം ചെയ്യുന്നുണ്ട് എങ്കിൽ അയാളെ എല്ലാവരും ഭ്രാന്തൻ എന്ന് വിളിക്കും. എന്നാൽ ആ അസ്തിത്വത്തിന്റെ ചോദ്യം ഉയരുമ്പോൾ तुम्हारे से कोई प्यार का सलूक അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, क्या कभी അവൻ റബ്ബുൽ-ആലമീനാണ്, ताल्लुकात में അവൻ നമ്മെ പരിപാലിക്കുന്നവനാണ്, അവൻ നമുക്കെല്ലാം തന്നെ തരുന്നവനാണ്, अगर कोई അവൻ റഹ്മാനും റഹീമുമാണ്. तो उसको അവൻ പറയുന്നു, कहेंगे. എന്നിലുള്ള വിശ്വാസം പൂർണ്ണമാക്കുക. मगर जब അവൻ പറയുന്നു, सवाल आता है എന്നോടുള്ള സ്നേഹത്തിന്റെയും സാമീപ്യത്തിന്റെയും ബന്ധം വിച്ഛേദിക്കരുത്. അവൻ പറയുന്നു, എന്റെ വാക്കുകൾ കേൾക്കുക, എല്ലാ പ്രിയപ്പെട്ടവരെക്കാളും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നവനാണ്, रहमान है रहीम സ്നേഹിക്കപ്പെടാൻ അവകാശം ഉള്ളവനുമാണ്. है कि मेरे पर ईमान അവൻ പറയുന്നു, എന്റെ സ്മരണകളെ നവീനമാക്കി വെക്കുക. कि मुझसे അവനോട് നാം പറയുന്നു, അല്ലാഹുവേ, നിന്റെ കാരുണ്യം വളരെ വലുതാണ്, നീ നിന്റെ बातें मानो. സ്മരണകളും प्यारों से बढ़कर നിന്റെ ആരാധനയിലും വ്രതാനുഷ്ഠാനത്തിന്റെ എണ്ണപ്പെട്ട ദിവസങ്ങളിലൂടെ ഞങ്ങളെ കടത്തിവിട്ടു. जो ये कहता ഇനി ഞങ്ങൾക്ക് അവധിയാണ്, है कि मेरी यादों को എല്ലാ കാര്യങ്ങളും അവസാനിച്ചു. എന്ത് റബ്ബ്, എന്ത് അല്ലാഹു. ഇനി ഞങ്ങൾ ഈ ജുമായോടുകൂടി നിന്നോട് വിട പറയുകയാണ്. अपनी इबादतों और ഈ വിട പറയലോടുകൂടി ഞങ്ങൾ പൂർണ്ണമായ നിലയിൽ 1 വർഷത്തേക്ക് നിന്നെ വിസ്മരിക്കുകയാണ്. ഇനി 1 വർഷത്തിനു ശേഷം അടുത്ത റമദാൻ വരും. പിന്നീട് ഇബാദത്തുകളും നല്ല പ്രവർത്തികളും മുഖേന നിന്നെ സ്മരിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. अब हम ജീവിതവും ആരോഗ്യവും ഉണ്ടെങ്കിൽ എന്ന നിബന്ധനയോടുകൂടി നിനക്കായി സാധ്യമാകുന്ന നിന്റെ അല്പസ്വല്പം കടമകളൊക്കെ നിറവേറ്റാൻ ശ്രമിക്കുന്നതായിരിക്കും. ये भूलने वाले हैं. അഥവാ മുഴുവൻ റമദാൻ മാസവും अगला रमजान ഒരു ഇബാദത്തും നന്മയും ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ कामों के जरिए റമദാന്റെ അവസാനത്തിൽ करेंगे ജുമാത്തുൽ വിദ എന്തായാലും വരിക തന്നെ ചെയ്യും. और सेहत അതിൽ ഒരുമിച്ചുകൂടി हो सका നിന്നോടുള്ള കടമകൾ നിറവേറ്റുന്നതായിരിക്കും. अदा करने की कोशिश करें. നിന്റെ പരിപാലനത്വത്തിന്റെയും ഔദാര്യത്തിന്റെയും കടമ നിർവഹിക്കുന്നതായിരിക്കും. पूरे रमजान के महीने में അഥവാ ഒരു വ്യക്തിക്ക് ഈ ഒരു ചിന്തയാണ് ഉള്ളത് എങ്കിൽ, അഥവാ അപ്രകാരം പ്രകടിപ്പിച്ചാൽ അയാളെയും ആളുകൾ ഭ്രാന്തൻ എന്ന് തന്നെയായിരിക്കും വിളിക്കുക. എന്നാൽ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ചിന്താഗതിയുണ്ട്, നാവ് കൊണ്ട് പറയാറില്ല, എന്നാൽ കർമ്മരൂപത്തിൽ അത് പ്രകടിപ്പിക്കാറുണ്ട്. हुर्रियत और तेरे साथ അടുത്ത ജുമായുടെ ഹാജർ നില നോക്കുന്നതിൽ നിന്ന് ഇത് മനസ്സിലാകും. अगर ये शख्स അഥവാ ഇതാണ് കാര്യമെങ്കിൽ करे അതിനെ ജഹാലത്തെന്നും तो उसको भी लोग ദീനിനെ കുറിച്ച് അല്പം പോലും അറിവില്ല എന്നും ये सोचें रोक അള്ളാഹുവിൽ रखते हैं जुबान നിസ്സാരമായ ഈമാൻ പോലും ഇല്ല എന്ന് പറയപ്പെടും. ഒരു മുഅ്മിന് ഒരിക്കലും ഇപ്രകാരം ചിന്തിക്കാൻ സാധ്യമല്ല. से पता लग जाता മുഅ്മിൻ ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം വളരെയധികം ഉയർന്ന നിലയിലാണ്. है മുഅ്മിൻ അള്ളാഹു പറഞ്ഞു തന്നിരിക്കുന്ന നന്മകൾ നിലനിർത്തുന്നവനാണ്. का अदना सा भी इल्म ना रखना അവൻ അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനത്തിന്റെ ആവേശത്താൽ നിറഞ്ഞിരിക്കുന്നവനായിരിക്കും. ईमान भी ना होना कहें അവൻ റമദാനത്തിലൂടെ കടന്നു പോകുന്നത് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ്. मोमिन तो അവൻ അള്ളാഹുവിന്റെ കൽപ്പനകളിൽ ചരിച്ചുകൊണ്ട് मोमिन तो अल्लाह ताला റമദാന് വിട പറയുമ്പോൾ जारी വളരെ വേദന നിറഞ്ഞ ഹൃദയത്തോടുകൂടി, वो तो अल्लाह ताला की शुक्रगुजारी के जज्बात ഇപ്പോൾ ഞങ്ങൾ റമദാനിൽ നിന്ന് വിട പറയുകയാണ്, എന്നാൽ रमजान में से गुजरता है ഈ ദിവസങ്ങളിലെ സ്മരണകൾ कि रजा
എല്ലായ്പ്പോഴും ഹൃദയങ്ങളിൽ നവീനമായി നിലനിർത്തുന്നതായിരിക്കും. वो जब अल्लाह ताला റമദാനിൽ പഠിച്ച പ്രിയപ്പെട്ടതും നന്മ നിറഞ്ഞതുമായ കാര്യങ്ങൾ അയവിറക്കിക്കൊണ്ടിരിക്കും. खुदा कहता है റമദാനിൽ ഇബാദത്തിൽ ഉണ്ടായിരിക്കുന്ന ശ്രദ്ധ कि अब हम रमजान से, അത് എല്ലായ്പ്പോഴും നിലനിർത്തുന്നതായിരിക്കും. लेकिन इन दिनों की याद हमेशा दिलों में ताजा रखेंगे. ഒരിക്കലും തന്നെ തങ്ങളുടെ ചുവട് നിന്റെ സാമീപ്യം പ്രാപിക്കുന്നതിൽ നിന്ന് നിൽക്കുകയില്ല. सीखी हैं ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ അത്ഭുതകരമായ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. रमजान में ഞങ്ങൾ നടന്നുകൊണ്ട് നിന്റെ പക്കലെത്താൻ ശ്രമിക്കുമ്പോൾ നീ നിന്റെ വാഗ്ദാനം അനുസരിച്ച് ഓടി ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു. और कभी हमारे कदम അതുകൊണ്ട് तेरे ഞങ്ങൾ ഞങ്ങളുടെ पाने के लिए ഭൗതിക ബന്ധങ്ങളെ നവീനമാക്കി വെക്കുകയും എന്നാൽ तो ഏറ്റവും കൂടുതൽ अजीब नजारे സ്നേഹിക്കുന്നവന്റെ സ്മരണയെ മറക്കുകയും ചെയ്യുക എന്നത് എങ്ങനെ സാധ്യമാകാനാണ്? तो तू അവന്റെ ഔദാര്യത്തെ എങ്ങനെ മറക്കാൻ സാധിക്കും? बस आता है. അള്ളാഹുവിന്റെ ഔദാര്യം കാണിക്കുന്ന രീതിയും വിസ്മയകരമാണ്. ഇപ്പോൾ നോക്കുക, अभी रिश्तों എത്ര വലിയ ഔദാര്യമാണ് അവൻ ഈ വിട പറയലിനു ശേഷം സ്മരണയെ നവീനമാക്കി വെക്കുന്നതിന് വേണ്ടി, അതിനെ മറക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, പ്രിയങ്കരമായ ഓർമ്മകളെ അയവിറക്കുന്നതിന് വേണ്ടി को भुला दे. 7 ദിവസങ്ങൾക്ക് ശേഷം अल्लाह ताला का तो कि പരിപാടി സംഘടിപ്പിക്കുവാനുള്ള സംവിധാനം ഒരുക്കി തന്നിരിക്കുന്നു. ഏതൊന്നിലൂടെയാണോ നാം एहसान है ജുമഅത്തുൽ വിദാ ദിവസം കടന്നുപോയത്? यादों को ताजा रखने के लिए റമദാന്റെ കാത്തിരിപ്പിനായി 1 വർഷം തീർച്ചയായും വെച്ചു. എന്നാൽ प्यारी प्यारी यादों को തന്റെ സ്നേഹത്തിന്റെ പ്രകടനവും തന്റെ അനുഗ്രഹങ്ങൾ നൽകുന്നതും നിഷേധിച്ചില്ല. तकरीब मुनक़िद करने के समान कर दिए, जिसमें से हम जुमअतुल वदा वाले എല്ലാ 7 ദിവസത്തിലും या गुजरते हैं. ജുമാ വെച്ചുകൊണ്ട് साल रमजान के इंतजार के लिए तो बेशक ആ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നവരായി ഞങ്ങളെ തീർത്തു. अपने प्यार के इजहार ഏതൊന്നാണോ ജുമഅത്തുൽ വിദാ ദിവസം ലഭിക്കേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ലഭിക്കുന്നത്? के റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, हर 7 दिन ജുമായിൽ ഒരു സമയമുണ്ട്, ഒരു മുസൽമാൻ നമസ്കരിക്കുകയാണെങ്കിൽ എന്ത് തന്നെ ദുആ ചെയ്താലും ആ സമയത്ത് സ്വീകരിക്കപ്പെടും. എന്നാൽ ഈ സമയം വളരെ ചുരുങ്ങിയതാണ്. जो जुमअतुल वदा के दिन मिलनी थी. ഈ സമയം, ഈ നിമിഷം हजरत സാധാരണ ജുമാകളിലും അത്ര തന്നെയുണ്ട് എത്രയാണോ റമദാനിലെ അവസാനത്തെ ജുമായിൽ ഉള്ളത്. पड़ा हो ഇന്നേക്ക് ശേഷം जो दुआ मांगे, നാം അള്ളാഹുവിന്റെ लेकिन ये घड़ी ഈ സാമീപ്യത്തിന്റെ സമയത്തിൽ നിന്ന് വേർപിരിയുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഈ സമയം നമുക്ക് ये लम्हा 7 ദിവസത്തിനു ശേഷം വീണ്ടും ലഭിക്കുകയാണ് ചെയ്യുന്നത്. അഥവാ ആരെങ്കിലും जितनी रमजान के ഈ നന്മകളെയും ഈ നിമിഷത്തെയും വിടചൊല്ലുകയാണ് എങ്കിൽ അയാൾ മുഅ്മിൻ അല്ല. हम अल्लाह ताला की മുഅ്മിൻ इनको ഒരു നന്മയെയും വിട്ടയക്കുകയില്ല. बल्कि ഒരു മുഅ്മിൻ ഒരിക്കലും അള്ളാഹുവിൽ നിന്ന് വിദൂരപ്പെടുകയില്ല, മറിച്ച് അവൻ ഈ ഒരു ശ്രമത്തിലായിരിക്കും, എനിക്ക് എങ്ങനെ നന്മയെ സ്മരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കാൻ സാധിക്കും, എനിക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനുള്ള മാർഗം അന്വേഷിക്കാൻ സാധിക്കുക. അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനുള്ള മാർഗങ്ങളും പരിമിതമല്ല. अल्लाह ताला से कभी എല്ലാ നന്മകളും അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതാണ്. कि मैं किस तरह അതുകൊണ്ട് മുഅ്മിൻ എല്ലാ മാർഗങ്ങളും അന്വേഷിക്കുവാനായി ശ്രമം നടത്തുന്നു. കേവലം ജുമായിൽ മാത്രമല്ല, അവലംബം. करने के ജുമാ വന്നാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള മാർഗം ലഭിക്കും, അങ്ങനെയല്ല. മറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അള്ളാഹുവുമായി പെട്ടെന്ന് കണ്ടുമുട്ടുന്നതിനും അവന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനും വേണ്ടി മാർഗം പഠിപ്പിച്ചു തന്നുകൊണ്ട് പറഞ്ഞു, 5 നേര നമസ്കാരങ്ങളുണ്ട്, ജുമാ മുതൽ അടുത്ത ജുമാ വരെ, റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ. तो अल्लाह ताला ഇവയ്ക്ക് ഇടയിൽ സംഭവിക്കുന്ന പാപങ്ങൾക്കുള്ള പാപപരിഹാരമാണ്. എന്നാൽ മനുഷ്യൻ വലിയ വലിയ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊരു നിബന്ധനയുണ്ട് എന്ന് മാത്രം. അള്ളാഹുവിന്റെ പ്രീതിക്കായി जाते हुए बताया ദിവസവും 5 നേരം ബന്ധപ്പെടാനുള്ള സംവിധാനമൊരുക്കി. अगले जुमे तक ഈ നമസ്കാരങ്ങളിലൂടെ അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുക. അങ്ങനെയെങ്കിൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിൽ നിന്ന് ഭാഗം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും, അവന്റെ കാരുണ്യം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും. എന്നാൽ അറിഞ്ഞുകൊണ്ട്, അഹങ്കാരം കാണിച്ചുകൊണ്ട് വലിയ പാപങ്ങളിൽ അകപ്പെടാൻ പാടില്ല എന്ന നിബന്ധനയുണ്ട് എന്ന് മാത്രം.
എല്ലാ ജുമാകളിലും പങ്കെടുക്കുക. ആ സമയത്ത് നിന്ന് പ്രയോജനം എടുക്കുകയും ചെയ്യുക. ഏതൊന്നാണോ ദുആ സ്വീകാര്യതയുടെ സമയമായിട്ടുള്ളത്, अल्लाह ताला അങ്ങനെയെങ്കിൽ നിങ്ങൾ हिस्सा पाते रहे। തിന്മയിൽ നിന്ന് രക്ഷപ്പെടുന്നവരും നന്മയിൽ പുരോഗതി കൈവരിക്കുന്നവരുമായി തീരും. शर्ते के റമദാനിൽ ഉണ്ടാക്കിയെടുത്ത പരിവർത്തനം लिटाई दिखाते हुए മുഴുവൻ വർഷവും നിലനിർത്തുക. बड़े गुनाहों में मुलवस न हो, हर जुमे में शामिल हो और उस घड़ी से फायदा उठाओ जो कबूलियत दुआ की घड़ी है। പാപങ്ങളിൽ അകപ്പെടരുത്. അങ്ങനെയെങ്കിൽ കേവലം റമദാന്റെ മാസം മാത്രമല്ല, മറിച്ച് നിങ്ങൾ മുഴുവൻ വർഷവും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെയും പാപപൊറുതിയുടെയും അവകാശികളായി മാറുന്നതായിരിക്കും. അഗ്നിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. ഇന്ന് എല്ലാവരും ഈ ഒരു പ്രതിജ്ഞ എടുക്കുക. ഈ ജുമായും गुनाहों में मुलवस न हो ഈ റമദാനും तो सिर्फ रमजान നമ്മെ നമ്മുടെ बल्कि तुम നമസ്കാരം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിപ്പിക്കുന്നതായി തീരും. और बख्शिश के हकदार बन जाओगे। നമ്മെ ജുമായുടെ അനുഷ്ഠാനത്തിലേക്ക് ശ്രദ്ധിപ്പിക്കുന്നതായി തീർക്കും. बस आज हर एक ഏതെല്ലാം നന്മകളാണോ നാം റമദാനിൽ ചെയ്തിരിക്കുന്നത്, പഠിച്ചിരിക്കുന്നത്, ये रमजान അതിനെ അടുത്ത റമദാൻ വരെ എത്തിക്കുന്നതിന് നാം പരമാവധി പരിശ്രമിക്കുന്നതായിരിക്കും. बनाने वाला बनेगा। ഇബാദത്തുകളിലേക്കും जुमों की अदायगी നന്മകളിലേക്കും റമദാനിൽ നമുക്കുണ്ടായിരിക്കുന്ന ശ്രദ്ധ, और जो नेकियां हमने रमजान में की हैं അതിൽ സ്ഥിരചിത്തത കരസ്ഥമാക്കും എന്ന പ്രതിജ്ഞ നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത റമദാനിനുള്ള തയ്യാറെടുപ്പിനും വരവേൽപ്പിനും നമ്മുടെ തുടർച്ചയായുള്ള തെർബിയത്തും റിഹേഴ്സലും നടക്കുന്നതിനു വേണ്ടി. അങ്ങനെ നാം അടുത്ത റമദാനിൽ പ്രവേശിക്കുമ്പോൾ रमजान में पैदा हुई है उस पर दवाम हासिल कर ഒരു ലക്ഷ്യം പിന്താണ്ടിയവരായി തീരുന്നതിനു വേണ്ടി, ताकि अगले रमजान അവിടെ നിന്ന് പിന്നീട് അടുത്ത റമദാനിൽ दुआ के लिए വിജയശ്രീലാളിതരായി പുറത്തു വരുന്നതിനു വേണ്ടി, പുതിയ ലക്ഷ്യവും പുതിയ ടാർഗറ്റും നിശ്ചയിക്കുന്നതിനു വേണ്ടി, അങ്ങനെ നാം നന്മയിൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കുന്നതിനു വേണ്ടി एक मंजिल तय कर चुके हों और यहाँ से फिर अगले रमजान में से അള്ളാഹുവിന് കൂടുതൽ സമീപസ്ഥരാകുന്നതിനു വേണ്ടി, അവന്റെ അസ്തിത്വത്തെക്കുറിച്ച് കൂടുതൽ ഗ്രാഹ്യം കരസ്ഥമാക്കുന്നവരായി തീരുന്നതിനു വേണ്ടി. क्यों में പിന്നീട് നമ്മളിൽ ഇപ്പോൾ ഒരുപാട് പേരുണ്ട്, അവർ അള്ളാഹുവിന്റെ के मजीद करीब हों, സാമീപ്യത്തിന്റെ ഒരുപാട് പടവുകൾ താണ്ടാനുള്ളവരാണ്. मजीद इदराक हासिल करने वाले हों। നാം എല്ലാ പടവുകളും താണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അഥവാ ഈ പടവുകൾ താണ്ടുന്നതിനായി നാം കേവലം റമദാനെ മാത്രം കാത്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആയുസ് കടന്നുപോകും. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഗോൾ, നമ്മുടെ ടാർഗറ്റ് ഒരുപക്ഷെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. हम नहीं कह सकते कि हमने सारी ആയുസ് കടന്നുപോകും, अगर इन मंजिलों को तय ഒരുപക്ഷെ നമുക്ക് നേടാൻ സാധിക്കുകയില്ല. എന്നല്ല, ഒരു വർഷത്തെ रमजान का इंतजार करते रहें। കർമ്മരഹിതമായ കാലഘട്ടം നമ്മെ വീണ്ടും हमारे मकसद നാം ആദ്യ ദിവസം എവിടെയാണോ നിന്നിരുന്നത് അവിടേക്ക് തിരിച്ചു കൊണ്ടുവരും. शायद फिर ഈ റമദാനിൽ ഞാൻ നൽകിയ ഖുതുബകൾ അതിൽ തഖ്വയെക്കുറിച്ചും ദുആയെക്കുറിച്ചും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതിനെക്കുറിച്ചും का अरसा പറഞ്ഞിട്ടുണ്ട്. हमें फिर वहीं അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇബാദത്തിനെ കുറിച്ചുള്ള കൽപ്പനയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം. അതുപോലെ തന്നെ പരസ്പരമുള്ള കടമകൾ നിറവേറ്റുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുക. ഉന്നത സ്വഭാവ ഗുണങ്ങൾ മുതലായ വിഷയങ്ങൾ അടങ്ങിയിരുന്നു. ഓരോ ഖുത്ബക്ക് ശേഷവും എനിക്ക് ഒരുപാട് ആളുകളുടെ കത്തുകൾ വന്നുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ഓർമ്മ പുതുക്കൽ നടന്നു. और इसी ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണികളുടെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് ഈ വിഷയങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതിനുള്ള തൗഫീക്കും ലഭിച്ചു. തൗഫീക്ക് ലഭിച്ചു എന്നത് ശരി തന്നെ. എന്നാൽ ഈ കാര്യങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുക बाद मुझे നാം ഈ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കുമ്പോഴായിരിക്കും. ഏതുപോലെ ഞാൻ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, हमें എല്ലാ ജുമാക്കും പ്രാധാന്യമുണ്ട്. बेहतर समझने की तौफीक भी मिली। ജുമായുടെ പ്രാധാന്യം റമദാനിലെ ജുമായുമായി ബന്ധം ഉള്ളതല്ല, बातों का ജുമഅത്തുൽ വിദായുമായി ബന്ധമുള്ളതല്ല. बातों का फायदा तभी है മറിച്ച് റമദാന്റെ പ്രാധാന്യം अपनी जिंदगी का हिस्सा बना। നാം സ്ഥായിയായ നിലയിൽ हदीस के हवाले से बताया कि हर जुमे की अहमियत है। ജുമാ जुमे നമസ്കരിക്കുന്ന കാര്യത്തിൽ रमजान के जुमों के साथ वाबस्ता है, ശ്രദ്ധയുണ്ടാകുമ്പോഴായിരിക്കും. ही जुमतुल विदा के साथ वाबस्ता है। അഞ്ചുനേര നമസ്കാരത്തിലേക്ക് നമുക്ക് ശ്രദ്ധയുണ്ടാകുമ്പോഴായിരിക്കും. ഈ റമദാൻ നമുക്ക് ഈ കാര്യം പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സാമൂഹികമായ നിലയിൽ
നമസ്കാരത്തിന്റെയും നന്മകളുടെയും ജുമാ നമസ്കാരത്തിന്റെയും താല്പര്യവും ചിന്തയും നിങ്ങൾക്ക് കൂടുതലായി ഉണ്ടായിരിക്കുന്നു. അതിനെ ഇനി ഒരിക്കലും ഇല്ലാതാക്കരുത്. और 5 नमाजों की तरफ भी അടുത്ത റമദാൻ വരെ അതിനെ സംരക്ഷിച്ചു നിർത്തണം. ये रमजान तो हमें ये बताने ഞാൻ ഓതിയ ഈ ആയത്തുകൾ इज्तिमाई അതിലും അല്ലാഹു जो नमाज ജുമായുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. और शऊर पैदा हुआ है तो അതിന്റെ തർജ്ജമ ഇപ്രകാരമാണ്: इसको अब खत्म न होने വിശ്വസിച്ചവരെ, നിങ്ങളെ വെള്ളിയാഴ്ച ദിവസത്തെ ഒരു ഭാഗത്ത് നമസ്കരിക്കുന്നതിനായി വിളിക്കപ്പെട്ടാൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടു പോവുകയും വ്യാപാരം നിർത്തിവെക്കുകയും ചെയ്യുക. നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നവരാണ് എങ്കിൽ ഇത് നിങ്ങൾക്ക് ഗുണകരമാണ്. इसका तर्जुमा यूं है कि ऐ वो लोगो जो ईमान लाए हो, പിന്നീട് രണ്ടാമത്തെ ആയത്ത് जब जुमे के दिन ഇതാണ്: नमाज के लिए പിന്നീട് നമസ്കാരം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ പിരിഞ്ഞു പോവുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അന്വേഷിക്കുകയും ചെയ്യുക. ये तुम्हारे നിങ്ങൾ വിജയിക്കുന്നതിനായി അള്ളാഹുവിനെ അധികമധികമായി സ്മരിക്കുകയും ചെയ്യുക. പിന്നീട് അവസാനത്തെ ആയത്താണ്. ഇത് സൂറത്തുൽ ജുമായുടെയും അവസാനത്തെ ആയത്താണ്. ये है ഏതെങ്കിലും കച്ചവടമോ വിനോദമോ കണ്ടാൽ कि हो तो जमीन में मुंतशिर हो जाओ, അവർ അതിലേക്ക് ഓടിപ്പോവുകയും बदल में से कुछ നിന്നെ നിൽപ്പിൽ ഒറ്റക്ക് വിടുകയും ചെയ്യും. നീ പറയുക, അള്ളാഹുവിന്റെ പക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും വളരെ ഉത്തമമാണ്. അള്ളാഹു റിസ്ക് നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു. ഇവിടെ और जब പ്രത്യേകിച്ച് वो कोई तिजारत या दिल बहलावा ജുമായിൽ പങ്കെടുക്കുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു. और तुझे अकेला खड़ा ജുമായുടെ ബാങ്കിന്റെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ, दे कि जो अल्लाह के पास है അല്ലെങ്കിൽ ഇന്ന് എല്ലാവർക്കും അറിയാം, വാച്ചുകൾ ഉണ്ട്, സമയം നിശ്ചയിക്കപ്പെടാറുണ്ട്. അത് നോക്കുക. ജുമായുടെ സമയമായാൽ തങ്ങളുടെ എല്ലാ ജോലികളും കച്ചവടങ്ങളും നിർത്തുക. खास तौर पर എന്നിട്ട് ജുമാക്കായി വരിക. की तरफ तवज्जो दिलाई गई है। ജുമാ ഖുത്ബയും നമസ്കാരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അലസത കാണിക്കരുത്. നമസ്കാരം घड़ियां ആരംഭിക്കുമ്പോഴേക്കും എത്താം, എന്നിട്ട് നമസ്കാരത്തിൽ പങ്കെടുക്കാം എന്ന് ചിന്തിക്കരുത്. മറിച്ച് ഖുത്ബക്ക് വേണ്ടി എത്തുന്നതിനായി ശ്രമിക്കേണ്ടതാണ്. और कारोबार बंद करो और जुमे के लिए आओ। ഇവിടെ ഞാൻ സാന്ദർഭികമായി ഈ കാര്യം കൂടി പറയാം. ഈ കാലഘട്ടത്തിൽ അള്ളാഹു നമുക്ക് MTA-യുടെ होने तक पहुंच जाएंगे, സൗകര്യം നൽകിയിരിക്കുന്നു. ഇത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. बल्कि യൂറോപ്പിലും ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിലും करनी चाहिए। ജുമായുടെ സമയവും ഒരേപോലെയാണ്. ഒരേ സമയം ആണെങ്കിൽ इस जमाने में പിന്നീട് കാലത്തിന്റെ ഖലീഫയുടെ ഖുത്ബയാണ് കേൾക്കേണ്ടത്. जिक्र कर दूं, बल्कि ഇത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. कि MTA की सहूलत നമ്മുടെ മേൽ അവൻ ഈ ഒരു സൗകര്യത്തിലൂടെ ജമാഅത്തിന്റെ ഐക്യത്തിന്റെ में और अफ्रीका ഒരു സംവിധാനം കൂടി ഒരുക്കി തന്നിരിക്കുന്നു. जुमे का वक्त भी एक ही है। എവിടെയാണോ സമയത്തിന് വ്യത്യാസമുള്ളത് അവിടെയുള്ള അഹമ്മദികളും കേൾക്കേണ്ടതാണ്. एक वक्त तक जब അഥവാ ലൈവ് സാധ്യമല്ല എങ്കിൽ റെക്കോർഡ് കേൾക്കുക. അതുപോലെ ഈ ഖുത്തുബകളുടെ വിശദമായ ഉദ്ധരണികൾ എടുത്തുകൊണ്ട് ഖുത്തുബകൾ നൽകുന്നവർ, അല്ലെങ്കിൽ എവിടെയാണോ മുബല്ലഗീങ്ങളും മുറബ്ബിമാരും ഖുത്തുബകൾ നൽകുന്നത്, അവർ തങ്ങളുടെ ജമാഅത്തുകളിൽ ആ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം, अगर लाइव नहीं तो रिकॉर्ड അടുത്ത ദിവസമല്ല അടുത്ത ആഴ്ച और इस तरह इस खुतबे का ഈ ഖുത്തുബ നൽകേണ്ടതാണ്. साथ लेकर പടിഞ്ഞാറ് ഭാഗത്തേക്ക് നമ്മൾ കൂടുതൽ പോകുമ്പോൾ അവിടെ मुबल्लिगीन और സമയം രാവിലെ ആയിരിക്കും. അവർ രാവിലെ കേൾക്കുന്നു, അവർക്ക് രാവിലെ കേൾക്കാൻ സാധിക്കും. इस दिन या उसी दिन കിഴക്ക് ഭാഗത്തേക്ക് या अगले പകൽ കഴിഞ്ഞു പോയിട്ടുണ്ടാകും, വൈകുന്നേരമായിരിക്കും, അല്ലെങ്കിൽ സമയം മുന്നിലായിരിക്കും. അവർക്ക് അടുത്ത ആഴ്ച കേൾപ്പിക്കാൻ സാധിക്കും. ഇത് ജമാഅത്തിൽ ഐക്യം നിലനിർത്താനുള്ള ഒരു വലിയ മാർഗമാണ്. എന്നാൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന് ജുമായുമായി പ്രത്യേകമായ ഒരു ബന്ധമുണ്ട്. അള്ളാഹു ഈ കണ്ടുപിടുത്തം മുഖേന आगे चला गया है। കാലത്തിന്റെ ഖലീഫയുടെ ഖുതുബയെയും അതിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയിരിക്കുന്നു. ये एक बहुत बड़ा जरिया है പിന്നീട് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായി, അഥവാ बल्कि നിങ്ങൾക്ക് ജോലികൾ ഉണ്ടായെങ്കിൽ आने को അത് നിങ്ങൾക്ക് ജുമാക്കു മുമ്പോ ശേഷമോ ചെയ്യാവുന്നതാണ്. ജുമായുടെ സമയത്ത് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാതെ ജുമാക്ക് വേണ്ടി നിങ്ങൾ വരുമ്പോൾ के खुतबे को നിങ്ങളുടെ उसका एक ഭൗതിക പ്രവർത്തികളിലും അള്ളാഹുവിന്റെ ഫളിലിനും അനുഗ്രഹവും अल्लाह ताला ने वादे कर അവകാശിയായി തീരും.
कि अगर തങ്ങളുടെ ഭൗതിക ജോലികളെ ബാധിക്കും എന്ന് ചിന്തിച്ച് ജുമായിൽ പങ്കെടുക്കാതിരിക്കുന്നത് തെറ്റാണ് എന്ന് മാത്രമല്ല, खास तौर पर അത് സ്വയം തങ്ങൾക്ക് നഷ്ടം വരുത്തുന്നതുമാണ്. ना करके जब जुमे पर आओगे ഏതെങ്കിലും പ്രവൃത്തിക്ക് ഫലം നൽകുക എന്നത്, कामों में भी അതിൽ അനുഗ്രഹം ചൊരിയുക എന്നത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഓർക്കുക, जुमे में इसलिए അഥവാ शामिल ना അള്ളാഹുവിന്റെ വാക്കുകൾ കേൾക്കുന്നില്ല എങ്കിൽ അള്ളാഹു പറയുന്നു, मुतासर होंगे, നിങ്ങളുടെ ജോലികളിൽ അനുഗ്രഹം ഉണ്ടാവുകയില്ല. खुद नुकसानदेह अपने लिए। അഥവാ किसी भी काम को फल लगा അവന്റെ വാക്കുകൾ കേൾക്കുകയാണ് എങ്കിൽ ജോലിയിൽ അനുഗ്രഹം ഉണ്ടാകും. പിന്നീട് അള്ളാഹു പറയുന്നു, നിങ്ങളുടെ കച്ചവടങ്ങൾ, याद रखो ഭൗതിക ക്രയവിക്രയങ്ങൾ, കളിവിനോദങ്ങൾ നിങ്ങളെ ജുമാ നമസ്കരിക്കുന്നതിൽ നിന്ന് तो मैं तो काम में തടയാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടവുമായി പ്രത്യേകമായ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകമായ നിലയിൽ ഈ നിർദ്ദേശം. നിങ്ങളുടെ കച്ചവടങ്ങൾ കേവലം പ്രാദേശികമല്ല. മുമ്പ് കച്ചവടങ്ങൾ പ്രാദേശിക തലത്തിലായിരുന്നു. കച്ചവട സംഘങ്ങൾ വരാറുണ്ടായിരുന്നു എന്ന് ശരി തന്നെയാണ്. എന്നാൽ അതൊരു നഗരത്തിൽ മാത്രം പരിമിതമായിരുന്നു. എന്നാൽ ഇപ്പോൾ കച്ചവടങ്ങൾ പ്രാദേശികമല്ല, മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ആയത് കാരണം നിങ്ങളെ കൂടുതൽ തിരക്കുള്ളവരാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വിനോദങ്ങളുണ്ട്, ഭൗതികമായ തിരക്കുകളുണ്ട്. पहले तो मुकामी तौर पर तजारतें हुआ करती അത് അന്താരാഷ്ട്ര തലത്തിലായതുകൊണ്ട് थे तजारती, लेकिन സമയത്തിന്റെ പരിമിതിയിൽ ഒതുങ്ങുന്നതല്ല. होते थे। അതിൽ अब मुकामी नहीं रही तजारतें, നിങ്ങൾ बैन मुकामी होने അല്ലെങ്കിൽ ഒരു വിശ്വാസി तुम्हें ज्यादा ഏതായിരുന്നാലും रखती हैं, ജുമായുടെ പ്രാധാന്യം ശ്രദ്ധിക്കേണ്ടതാണ്. खेल है और दुनियावी मसरूफ കാരണം ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം मुकामी होने की वजह അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുക എന്നതായിരിക്കണം. नहीं रखते। ഇത് തന്നെയായിരിക്കണം ഒരു വിശ്വാസിയുടെ പ്രാധാന്യം ആയിരിക്കേണ്ടതും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ हाल അങ്ങയുടെ വിശുദ്ധീകരിക്കാനുള്ള ശക്തി നിമിത്തം പൂർണ്ണമായ നിലയിൽ വിശുദ്ധി കൈവരിച്ചവരായിരുന്നു. मोमिन की അവർക്ക് അള്ളാഹുവിന്റെ പ്രീതിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് सजा हासिल करना അവരെക്കുറിച്ച് और അവർ കച്ചവടവും मोमिन की കളിവിനോദങ്ങളും കാരണം ജുമാ ഉപേക്ഷിക്കാറുണ്ടായിരുന്നു എന്ന കാര്യം ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അതുപോലെ പ്രാദേശികമായ നിലയിൽ കച്ചവടത്തിന്റെയും വിനോദത്തിന്റെയും സമയം ജുമായുടെ സമയം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാനും സാധിക്കുമായിരുന്നു. इसलिए ഇത് തീർച്ചയായും നമ്മുടെ കാലഘട്ടത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ്. बारे में മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന്റെ രൂപമാണ്. कि वो कारोबारों और खेल कूद की वजह से ദീനിന്റെ പ്രാധാന്യം പിന്നിലായി പോവുകയും ഭൗതിക പ്രാധാന്യങ്ങൾ മുന്നിൽ വരികയും ചെയ്യുന്ന സമയം. खेल कूद के औकात को तो जुमा के औकात के लिहाज से 24 മണിക്കൂറും കച്ചവടങ്ങളിലും കളിതമാശകളിലും മുഴുകിയിരിക്കുന്ന കാലം ലോകത്തിന്റെ ദൂരം കുറഞ്ഞു പോകും. മീഡിയ മുഖേന വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ലോകത്തിലെ आने का ही नक्शा കളിയും തമാശയും ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന കാര്യങ്ങളും पीछे चली जाएगी, എല്ലാ സമയങ്ങളും വീട്ടിൽ जिहाद सामने आ जाएंगे। ഇരിക്കുമ്പോൾ തന്നെ ലഭിക്കും. അള്ളാഹു പറയുന്നു, അത്തരം സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രാധാന്യം ശരിയാക്കി വെക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക, അള്ളാഹുവിന്റെ അനുഗ്രഹം കരസ്ഥമാക്കുന്നവരായി തീരും. തീർച്ചയായും അള്ളാഹുവിന്റെ പക്കൽ ഉള്ളത് അത് കച്ചവടവും കളിതമാശകളെക്കാളും വളരെ ഉത്തമമാണ്. അള്ളാഹു എല്ലാവിധത്തിലുള്ള റിസ്ക്കും നൽകുന്നവനാണ്. अल्लाह ताला फरमाता है कि ऐसे वक्त में അവനിൽ നിന്ന് തന്നെയാണ് എല്ലാവിധത്തിലുള്ള റിസ്ക്കും വരുന്നത്. അവൻ തന്നെയാണ് റാസിക്ക്. कि अल्लाह ताला के फजलों के हासिल करने वाले बनोगे। यकीनन अल्लाह ताला के पास जो അഥവാ നിങ്ങൾ അവന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് നിങ്ങളുടെ ജുമാകളെ സംരക്ഷിക്കുകയാണെങ്കിൽ और अल्लाह ताला ഭൗതികമായ റിസ്ക്കിലും അനുഗ്രഹം കരസ്ഥമാക്കുന്നവരായി തീരും. रिस्क भी अता करने നാം वही है ജുമായുടെ ഈ പ്രാധാന്യം നമ്മുടെ മുമ്പിൽ വെക്കേണ്ടതായിട്ടുണ്ട്. और वही राज़ നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കുന്നവരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം मानते हुए अपने നമ്മുടെ ജുമാ നമസ്കാരം കേവലം റമദാനിൽ അല്ലെങ്കിൽ ജുമാഅത്തുൽ വിദായിൽ പരിമിതപ്പെടുത്തുക എന്നത് ഒരു വിധത്തിലും യോജിച്ചതല്ല. बस हमें जुमे की इस अहमियत को ജുമായുടെ പ്രാധാന്യം കൂടുതൽ വ്യക്തമാക്കുന്നതിനു വേണ്ടി കൂടുതൽ ചില ഹദീസുകൾ കൂടി കേൾപ്പിക്കാം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമായുടെ പ്രാധാന്യവും അതിന്റെ അനുഗ്രഹങ്ങളും വിവരിച്ചുകൊണ്ട് ഒരവസരത്തിൽ പറഞ്ഞു, कि अपने जुमों की ജുമായുടെ ദിവസമാകുമ്പോൾ പള്ളിയുടെ എല്ലാ വാതിൽക്കലും മലക്കുകൾ നിൽക്കുന്നു.
അവർ പള്ളിയിൽ ആദ്യം വരുന്നയാളെ ആദ്യത്തെ ആൾ എന്നെഴുതുന്നു. അങ്ങനെ അവർ വരുന്നവരുടെ ലിസ്റ്റ് ക്രമരൂപത്തിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കും. पेश करता हूँ। ഏതുവരെ എന്നാൽ ഇമാം ഖുത്ബ നൽകി ഇരുന്നു കഴിഞ്ഞാൽ അവർ അവരുടെ രജിസ്റ്റർ അടച്ചുവെക്കുന്നു. एक मौके पर फरमाया, തങ്ങളുടെ ഭൗതിക ജോലികൾ കാരണം അവസാന സമയത്ത് വരുന്നവർ ഈ ലിസ്റ്റിൽ അവസാനത്തിലായിരിക്കും. पहले आने അവസാനം വരുന്നവർക്ക് പ്രതിഫലവും അല്പമാണ്. वालों की फहरिस्त तरतीब ചില സ്ഥലങ്ങളിൽ ഈ പ്രതിഫലത്തിന്റെ പരാമർശവും കാണാം. यहाँ तक कि അവസാനം വരുന്നവർക്ക് देकर बैठ जाता है। കോഴിമുട്ടയുടെ അത്രത്തോളമായിരിക്കും പ്രതിഫലം. ആദ്യം വരുന്നവർക്ക് ഒട്ടകത്തോളം പ്രതിഫലം ലഭിക്കുന്നതായിരിക്കും. ഈ ഉദാഹരണങ്ങൾ ഈ കാര്യം പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ പള്ളിയിൽ വന്ന് ഇരുന്നു കൊണ്ട് കുറച്ച് കാത്തിരിക്കേണ്ടി വന്നതുകൊണ്ട് ഇത് സമയം പാഴാക്കലാണ് എന്ന് വിചാരിക്കരുത്. അല്ല, മറിച്ച് मुर्गी के अंडे से जितना सवाब मिलता है। ഇത് ആ വ്യക്തിയെ പ്രതിഫലത്തിന് അർഹനാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് വരുന്നവർക്ക് इस बात പിന്നീട് വരുന്നവരിൽ നിന്ന് ആദ്യം വരുന്നവർക്ക് ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. और कुछ ആദ്യം വരുന്നവർ പള്ളിയിൽ ഇരുന്ന് ദിക്റെ ഇലാഹി ചെയ്യുകയായിരിക്കും. ഇത് നിശ്ചയമായും അള്ളാഹുവിന്റെ സാമീപ്യം നൽകുന്ന കർമ്മമാണ്. सवाब का मुस्तहिक बना रहा है। ഇതിന്റെ പ്രാധാന്യം ഒരു അവസരത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം വിവരിച്ചു. आने वालों ആളുകൾ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ജുമായിൽ വരുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇരിക്കുക. से आने वाले मसीह അതായത് ഒന്നാമത്, രണ്ടാമത്, മൂന്നാമത്, പിന്നീട് നാലാമത്. ये यकीन നിവേദകൻ പറയുന്നു, ഇതുകൂടി പറഞ്ഞു, നാലാമനും അള്ളാഹുവിന്റെ ദർബാറിൽ ഇരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ദൂരത്തിലല്ല. हजरत सल्लल्लाहु अलैहि वसल्लम ने മറ്റൊരവസരത്തിൽ फरमाया, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, अल्लाह के हुजूर ജുമാ നമസ്കരിക്കുന്നതിനായി വരിക, ഇമാമിന് സമീപത്തായിരിക്കുക. ഒരാൾ ജുമായിൽ പിന്നിലായി ये भी फरमाया कि चौथा സ്വർഗത്തിലും പിന്നിലായി പോകുന്നു. के दरबार में എന്നാൽ അയാൾ സ്വർഗസ്ഥരിൽപ്പെട്ട ആൾ തന്നെയായിരിക്കും. ഈ എല്ലാ ഹദീസുകളും हजरत सल्लल्लाहु ജുമാ നമസ്കാരത്തിന് പ്രാധാന്യം ഉണ്ട് എന്ന കാര്യം പറഞ്ഞു തരുന്നു. अलैहि वसल्लम ने आया करो। അത് റമദാനിൽ വരുന്ന ജുമായാണോ, റമദാനിലെ അവസാനത്തെ ജുമായാണോ, जुमे में पीछे സാധാരണ അവസ്ഥകളിൽ വരുന്ന ജുമായാണോ എന്ന ഒരു വ്യത്യാസവും ഇല്ലാതെ സ്വർഗത്തിൽ നിന്ന് പിന്നിലായി പോകും എന്നതിന്റെ അർത്ഥം തന്നെ ഇതാണ്. മനുഷ്യൻ തന്റെ അലസതയും ജുമാക്ക് പ്രാധാന്യം നൽകാത്തത് കൊണ്ടും के नमाज जुमा മറ്റ് ശ്രേഷ്ഠകളെല്ലാം ഉണ്ടായിട്ടും തന്നെ സ്വയം സ്വർഗം നിഷേധിക്കപ്പെട്ടവനാക്കി മാറ്റുന്നു. रमजान में आ रहा है। അല്ലെങ്കിൽ रमजान का അള്ളാഹുവിൽ നിന്ന് തന്നെ या വളരെയധികം വിദൂരത്തിലാകുന്നു. जन्नत से पीछे रहने का मतलब ये है, ജുമാക്ക് പ്രാധാന്യം നൽകാത്തത് കാരണം सुस्ती ജുമായിൽ വീഴ്ച വരുത്തുന്നു. जुमे को अहमियत न देने की वजह से അതിനെക്കുറിച്ച് ഒരു സ്ഥലത്ത് खूबियों के റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം മുന്നറിയിപ്പ് നൽകി या अल्लाह ताला പറഞ്ഞു, ആരാണോ തുടർച്ചയായി 3 ജുമാകൾ അറിഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കുന്നത്, അള്ളാഹു അയാളുടെ ഹൃദയത്തിൽ മുദ്ര വെക്കുന്നു. वजह से ഏതൊരു കൂട്ടരാണോ ജുമായിൽ പങ്കെടുക്കുന്നത് ഉപരിപ്ലവമായി എടുക്കുന്നത്, അവർക്ക് വലിയൊരു മുന്നറിയിപ്പാണുള്ളത്. ഹൃദയത്തിൽ മുദ്ര വെക്കപ്പെടും എന്ന് പറയുന്നതിന്റെ അർത്ഥം अंजार फरमाया है। फरमाया അവർക്ക് പിന്നീട് നന്മ ചെയ്യാനുള്ള തൗഫീക്ക് ലഭിക്കുകയില്ല, അവർ അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കുന്നവരായി തീരുകയുമില്ല. उसके दिल पर എല്ലാ ഹദീസുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. बस जो लोग എല്ലാ ജുമായും വളരെ പ്രധാനപ്പെട്ടതാണ്. सरसरी लेते हैं, നാം നമ്മുടെ എല്ലാ പരിശ്രമവും നടത്തി ജുമായിൽ പങ്കെടുക്കേണ്ടതാണ്. दिल पर मोहर कर देने का मतलब ही ये है। എന്നാൽ ചില നിർബന്ധിതാവസ്ഥകളുമുണ്ട്. नेकियों की तौफीक मिलती है ना, वो अल्लाह നിർബന്ധിതാവസ്ഥയിലുള്ളവർക്ക് വരാൻ സാധിക്കുകയില്ല. ചിലർക്ക് അള്ളാഹു സ്വയം ഇളവും നൽകിയിട്ടുണ്ട്. അള്ളാഹു അക്രമിയല്ല. के हर ജുമായിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർ, पूरी कोशिश करके അവരെക്കുറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടിമകൾ, लेकिन സ്ത്രീകൾ, കുട്ടികൾ, രോഗികൾ, बाजों ഇവർ എല്ലാവരും നിർബന്ധിതാവസ്ഥ ഉള്ളവരുടെ ഗണത്തിൽ ഉൾപ്പെടുന്നവരാണ്. अल्लाह ताला ഇവർ വ്യത്യാസമുള്ളവരാണ്. ഇവർക്ക് ജുമായിൽ വരണം എന്ന് നിർബന്ധം ഇല്ല. जो जुमों से मुस्तस्ना ഇവിടെ ഈ കാര്യത്തിന്റെ വിശദീകരണവുമായി ചില സ്ത്രീകൾ ചോദിക്കാറുണ്ട്, എനിക്ക് കത്തും എഴുതാറുണ്ട്, के गुलाम എന്നല്ല പരാതി പറയുന്നു. औरत ഞങ്ങളോട് ചില സമയത്ത് സംഘാടകർ പറയുന്നു, ജുമായിൽ കുട്ടികളുടെ ശബ്ദമുണ്ടാകും, അതുകൊണ്ട് കുട്ടികളുള്ള സ്ത്രീകൾ വരാതിരിക്കുക. को जरूरी नहीं कि जुमा पढ़ सके। ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്വയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം यहाँ इस बात की वजाहत മാറ്റി നിർത്തിയിരിക്കുകയാണ്. पूछती हैं, അതുകൊണ്ട് എവിടെയാണോ കുട്ടികളെ
പ്രത്യേകം ഇരുത്താനുള്ള സംവിധാനമില്ലാത്തത് അവിടെ കുട്ടികളുള്ള സ്ത്രീകൾ വരാതിരിക്കുക. സ്ത്രീകളിൽ അല്ലാതെ തന്നെയും ഫറലല്ല, എന്നാൽ പുരുഷന്മാരിലേതായിരുന്നാലും നിർബന്ധമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഒരിക്കൽ സ്ത്രീകളുടെ ജുമാ നമസ്കാരത്തെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഏതൊരു കാര്യമാണോ സുന്നത്തിൽ നിന്നും ഹദീസിൽ നിന്നും തെളിയുന്നത്, അതിൽ കൂടുതൽ നാം ഇതിന് എന്ത് തഫ്സീർ നൽകാനാണ്? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് ഒഴിവ് നൽകിയപ്പോൾ പിന്നെ ഈ കൽപ്പന പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്, അതായത് ജുമായുടെ. പുരുഷന്മാർക്ക് ഏതായിരുന്നാലും നിർബന്ധമാണ്. അഥവാ അവർ രോഗികളല്ല എങ്കിൽ, എന്തെങ്കിലും അനുവദനീയമായ നിർബന്ധിതാവസ്ഥ ഇല്ല എങ്കിൽ ഏതായിരുന്നാലും ജുമാ നമസ്കരിക്കേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ജുമായുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. ഈ പ്രാധാന്യത്തെ മുൻനിർത്തിക്കൊണ്ട് അവിടുന്ന് തന്റെ കാലഘട്ടത്തിൽ 1895-96 ഇന്ത്യയിൽ ഗവൺമെന്റിൽ നിന്ന് ജുമാ നമസ്കരിക്കുന്നതിന് വേണ്ടി 2 മണിക്കൂർ അവധി നൽകാനായി ഒരു പദ്ധതി നടപ്പാക്കാനായി പരിശ്രമിച്ചു. ഗവൺമെന്റ് ഓഫീസുകളിൽ നിന്ന്, മുസ്ലിങ്ങളിൽ നിന്ന് ഇതിനായി ഒപ്പുശേഖരിക്കാൻ തുടങ്ങി. എന്നാൽ അന്ന് മൗലവി മുഹമ്മദ് ഹുസൈൻ സാഹിബ് ഒരു വിളംബരം നടത്തി, ഈ പരിപാടി നല്ലതാണ്, എന്നാൽ മിർസ സാഹിബിന്റെ കൈകൊണ്ട് ഈ പ്രവൃത്തി നടക്കരുത്, നാം സ്വയം ഇത് പൂർത്തിയാക്കും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നമുക്ക് ഏതെങ്കിലും പേരിന്റെയോ പ്രശസ്തിയുടെയോ താല്പര്യമില്ല, നിങ്ങൾ സ്വയം ചെയ്യുക. പിന്നീട് അവിടുന്ന് എല്ലാ നടപടികളും നിർത്തിവെച്ചു. എന്നാൽ പിന്നീട് മൗലവി മുഹമ്മദ് ഹുസൈൻ സാഹിബിനോ മറ്റേതെങ്കിലും മുസ്ലിം പണ്ഡിതനോ ഈ കാര്യത്തിന് നടപടിയെടുക്കാനോ ആ നടപടി മുന്നോട്ട് കൊണ്ടുപോകാനോ തൗഫീക്ക് ലഭിച്ചില്ല. ഏതായിരുന്നാലും ഒരവസരത്തിൽ ഇന്ത്യൻ വൈസ്രോയി ലോർഡ് കഴ്സന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മെമ്മോറാണ്ടം അയച്ചു. അതിൽ അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതകൾ വിവരിച്ചതിനു ശേഷം മുസ്ലിങ്ങളുടെ അവകാശം നൽകിയതിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എഴുതി. അതിൽ ഈ കാര്യത്തെക്കുറിച്ചുള്ള നന്ദിയായിരുന്നു, ലാഹോറിലെ ഷാഹി മസ്ജിദ് അദ്ദേഹം മുസ്ലിങ്ങൾക്ക് തിരിച്ചു നൽകി. അത് മസ്ജിദായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ മറ്റൊരു പള്ളി അതിനെ റെയിൽവേക്കാർ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു, അതും അവരിൽ നിന്ന് വാങ്ങി മുസ്ലിങ്ങൾക്ക് നൽകി. അങ്ങനെ വലിയ ഔദാര്യം കാണിച്ചു. അവിടുന്ന് തന്നെ മെമ്മോറാണ്ടത്തിൽ തുടർന്ന് എഴുതി, എന്നാൽ ഒരാഗ്രഹം ഇവരുടേത്, അതായത് മുസ്ലിങ്ങളുടേത് ഇപ്പോഴും ബാക്കിയുണ്ട്. അവർ പ്രതീക്ഷിക്കുന്നു, ഏതൊരു കൈകൾ കൊണ്ടാണോ ഈ ഉദ്ദേശങ്ങൾ പൂർത്തിയായത്, അതായത് ആ പള്ളികൾ തിരിച്ചു ലഭിച്ചത്, ആ ആഗ്രഹവും ഈ കൈകൾ കൊണ്ട് തന്നെ പൂർത്തിയാകും. ആ ആഗ്രഹം ഇതാണ്: വെള്ളിയാഴ്ച ദിവസം ഒരു മഹത്തായ ഇസ്ലാമിക ആഘോഷമാണ്. വിശുദ്ധ ഖുർആനിൽ പ്രത്യേകിച്ച് ഈ ദിവസം അവധിയായി പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊരു പ്രത്യേകമായ സൂറത്ത് വിശുദ്ധ ഖുർആനിലുണ്ട്. അതിന്റെ പേര് സൂറത്തുൽ ജുമാ എന്നാണ്. ജുമായുടെ ബാങ്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ ലോകത്തിലെ എല്ലാ ജോലികളും നിർത്തിവെച്ച് പള്ളിയിൽ സമ്മേളിക്കുക എന്ന കൽപ്പന അതിലുണ്ട്. പിന്നീട് ജുമാ നമസ്കാരം അതിന്റെ എല്ലാ നിബന്ധനകളോടും കൂടി അനുഷ്ഠിക്കുകയും ചെയ്യുക. जिसका नाम सूरतुल जुमा है और इसमें हुक्म है कि जब जुमे की बांग दी जाए यानी अजान दी जाए ഏതൊരാളാണോ അപ്രകാരം പ്രവർത്തിക്കാത്തത് അയാൾ വലിയ പാപിയാണ്. അടുത്തു തന്നെ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാം. എത്രത്തോളം ജുമാ നമസ്കാരത്തെക്കുറിച്ചും ഖുതുബ കേൾക്കുന്നതിനെക്കുറിച്ചും വിശുദ്ധ ഖുർആനിൽ താക്കീത് ചെയ്യപ്പെട്ടിരിക്കുന്നുവോ അത്രത്തോളം ഈദ് നമസ്കാരത്തെക്കുറിച്ച് പോലും താക്കീത് ചെയ്തിട്ടില്ല. ഈ ഉദ്ദേശം കൊണ്ടാണ് പുരാതന കാലം മുതൽ, ഇസ്ലാം പ്രത്യക്ഷപ്പെട്ടതു മുതൽ വെള്ളിയാഴ്ച അവധി ദിവസമായി മുസ്ലിങ്ങളിൽ നടന്നുവരുന്നത്. ഈ രാജ്യത്തും തുടർച്ചയായി 800 വർഷം വരെ, അതായത് ഏതുവരെ ഈ രാജ്യത്ത് ഇസ്ലാമിക ഭരണം ഉണ്ടായിരുന്നുവോ വെള്ളിയാഴ്ച അവധിയായിരുന്നു. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, ഈ രാജ്യത്ത് 3 സമുദായങ്ങളുണ്ട്: ഹിന്ദു, ക്രിസ്ത്യാനി, മുസൽമാൻ. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അവരുടെ മതപരമായ ആചാര ദിവസം ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്, അതായത് ഞായറാഴ്ച ദിവസം. അതിൽ അവർ തങ്ങളുടെ മതപരമായ ആചാരം നടത്തുന്നു. അന്ന് പൊതുവായ നിലയിലുള്ള അവധിയാണ്. എന്നാൽ ഈ മൂന്നാമത്തെ വിഭാഗം, അതായത് മുസ്ലിങ്ങൾ, തങ്ങളുടെ ആഘോഷ ദിവസങ്ങളിൽ നിന്ന്, അതായത് ജുമായിൽ നിന്ന് ദൂരത്തിലാണ്. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, മുസ്ലിങ്ങളുടെ മേൽ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന ഔദാര്യങ്ങളുടെ ലിസ്റ്റിൽ ഈ ഒരു ഔദാര്യം കാണിച്ചാൽ, പൊതുവായ നിലയിൽ വെള്ളിയാഴ്ച അവധി നൽകിയാൽ, ഈ ഔദാര്യം സ്വർണ്ണലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു ഉപകാരമായിരിക്കും. ഈ ഒരു വേദനയാണ് അദ്ദേഹത്തിന് മുസ്ലിങ്ങൾക്ക് വേണ്ടിയും ഇസ്ലാമിക
कि इन एहसानों की फहरिस्त में जो इस गवर्नमेंट ने मुसलमानों पर किए हैं ചിഹ്നങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനും വേണ്ടിയും ഇബാദത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന കാര്യത്തിലും ഉണ്ടായിരുന്നത്. തുടർന്ന് എഴുതുന്നു, അഥവാ ഗവൺമെന്റ് ഈ അനുഗ്രഹീത ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി മുസ്ലിങ്ങൾക്കായി വെള്ളിയാഴ്ച അവധി നൽകുകയാണെങ്കിൽ, ഇനി അഥവാ സാധ്യമല്ല എങ്കിൽ പകുതി ദിവസത്തെയെങ്കിലും അവധി നൽകുകയാണെങ്കിൽ, സാധാരണ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇതിനേക്കാൾ നല്ല മറ്റൊരു നടപടി ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. इस मुबारक दिन की यादगार के लिए मुसलमानों के लिए जुमे की तातील खोल दे ഇന്ന് മുസ്ലിങ്ങൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ तो मैं समझ नहीं ഈ നാമധാരികളായ പണ്ഡിതന്മാര് आम दिलों को खुश करने ആരോപണം ഉന്നയിക്കുന്നു, ഇംഗ്ലീഷുകാർ നട്ടച്ചെടിയാണ്. എന്നാൽ ഇംഗ്ലീഷുകാരുടെ ഭരണത്തിന് മുസ്ലിങ്ങളുടെ മതപരമായ ആവശ്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുവെങ്കിൽ അത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമാണ്. മറ്റൊരു മുസൽമാൻ നേതാവിനും അതിന് തൗഫീക്ക് ലഭിച്ചില്ല. ഇത് അങ്ങയുടെ മാത്രം പ്രവൃത്തിയായിരുന്നു. കാരണം ഈ കാലഘട്ടത്തിൽ ലോകത്ത് ഇസ്ലാമിന്റെ പ്രാധാന്യം വ്യക്തമാക്കേണ്ടതും അതിന്റെ യഥാർത്ഥ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിപ്പിക്കേണ്ടതും അദ്ദേഹം മുഖേനയാണ് നടത്തേണ്ടിയിരുന്നത്. ഇത് അങ്ങയെ ഏൽപ്പിച്ച പ്രവൃത്തിയായിരുന്നു. അള്ളാഹു ഈ പ്രവൃത്തി അങ്ങയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കുന്നു എന്ന് വാദിക്കുന്നവരാണ്. നമ്മുടെ എല്ലാ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും ഇസ്ലാമിക അധ്യാപനങ്ങളുടെ യാഥാർത്ഥ്യം വെളിപ്പെടേണ്ടതാണ്. നാം പ്രതിജ്ഞയെടുക്കേണ്ടതാണ്. ഈ റംസാൻ ഏതെല്ലാം അനുഗ്രഹവുമായിട്ടാണോ വന്നത്, ഏതെല്ലാം അനുഗ്രഹങ്ങളാണോ ഉപേക്ഷിച്ചു പോകുന്നത്, അതിനെ നാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കണം. ഇൻഷാ അല്ലാഹ് നാം ഇസ്ലാമിന്റെ കർമ്മപരമായ രൂപം കേവലം ഒരു ദിവസത്തേക്ക് മാത്രമല്ല ആക്കേണ്ടത്, മറിച്ച് ശരിയായ രീതിയിൽ, ശരിയായ നിലയിൽ കാലത്തിന്റെ ഇമാമുമായി ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കണം. പിന്നീട് और जो बरकत छोड़कर जा रहा है उसे हमने अपनी जिंदगी का हिस्सा बनाना है. इंशाअल्लाह हमने इस्लाम की ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട്, ഇത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടമാണ്. ഇതുമായി ജുമാക്ക് പ്രത്യേകമായ ബന്ധമുണ്ട്. അതുപോലെ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്, ഇതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 1-2 ഉദ്ധരണികൾ കൂടി കേൾപ്പിക്കാം. ഒരു സ്ഥലത്ത് അവിടുന്ന് പറയുന്നു, അള്ളാഹു അനുഗ്രഹം പൂർത്തിയാക്കിയിരിക്കുന്നത് अपने इस बात की तरफ ഈ ദീനിലാണ്. അതിന്റെ പേര് ഇസ്ലാം എന്നാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ അനുഗ്രഹത്തിൽ ജുമാ ദിവസമുണ്ട്. ഏതൊരു ദിവസമാണോ അനുഗ്രഹം പൂർത്തിയായത്, ഇത് ഈ കാര്യത്തിലേക്കുള്ള സൂചനയാണ്. വീണ്ടും അനുഗ്രഹത്തിന്റെ പൂർത്തീകരണം ലിയുൽഹിറഹു അലദ്ദീനി കുല്ലിഹി कि खुदा ताला ने എന്ന രൂപത്തിൽ ആയിരിക്കും. അതും ഒരു മഹത്തായ ജുമാ ആയിരിക്കും. ആ ജുമായും ഇപ്പോൾ വന്നിരിക്കുന്നു. കാരണം ആ ജുമാ അള്ളാഹു മസീഹ് മൗഊദുമായി പ്രത്യേകപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും അവിടുന്ന് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അവിടുന്ന് പറയുന്നു, ഞാൻ സത്യമായും പറയുന്നു, ഇതൊരാഘോഷമാണ്. അത് അള്ളാഹു സൗഭാഗ്യവാന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് പ്രയോജനം എടുക്കുന്നവനാണ് അനുഗ്രഹീതൻ. वो जुमा अब आ गया है. ഞാനുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന നിങ്ങൾ ഈ കാര്യത്തിൽ ഒരിക്കലും അഹങ്കരിക്കരുത്. എന്തൊന്നാണോ നിങ്ങൾ നേടേണ്ടിയിരുന്നത് അത് നേടി. ഈ കാര്യം സത്യമാണ്. നിങ്ങൾ ആ നിഷേധികളെക്കാൾ കൂടുതൽ സൗഭാഗ്യം സിദ്ധിച്ചവരാണ്. ആരാണോ തങ്ങളുടെ ശക്തമായ നിഷേധത്തിലും അപമാനം കൊണ്ടും അള്ളാഹുവിനെ ദേഷ്യത്തിലാക്കിയത്. ഇതും സത്യമാണ്. നിങ്ങൾ സദ്ഭാവന പ്രയോഗവൽക്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് തങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വ്യാകുലപ്പെട്ടു. എന്നാൽ സത്യമായ കാര്യം ഇതാണ്, നിങ്ങൾ ഒരു നീരുറവയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഏതൊന്നാണോ ഇപ്പോൾ അള്ളാഹു സ്ഥായിയായ ജീവിതത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നത്, അതേ വെള്ളം പാനം ചെയ്യൽ ഇപ്പോഴും ബാക്കിയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് തൗഫീക്ക് ആഗ്രഹിക്കുക. അവൻ നിങ്ങളെ വയറു നിറയെ കുടിപ്പിക്കുന്നതിനു വേണ്ടി. കാരണം അള്ളാഹുവിനെ കൂടാതെ ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല. ഈ കാര്യം എനിക്ക് ഉറപ്പായും അറിയാം. ആരാണോ ഈ അരുവിയിൽ നിന്ന് പാനം ചെയ്യുന്നത് അയാൾ നശിക്കുകയില്ല. കാരണം ഈ വെള്ളം ജീവിതം പ്രദാനം ചെയ്യുന്നു, നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു, ശൈത്താന്റെ ആക്രമണങ്ങളിൽ നിന്ന് സുരക്ഷിതമാക്കുന്നു. ഈ അരുവിൽ നിന്ന് വയറു നിറയെ കുടിക്കുന്നതിനുള്ള മാർഗം ഇതാണ്. खुदा ताला के बदूं कुछ भी नहीं हो सकता. ഇതുതന്നെ അള്ളാഹു നിങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന 2 കടമകൾ അത് നടപ്പിൽ വരുത്തുക, പൂർണ്ണമായ നിലയിൽ നിറവേറ്റുക. അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിനോടുള്ള കടമകളാണ്, രണ്ടാമത്തേത് സൃഷ്ടികളോടുള്ള കടമകളാണ്. ഇന്ന് നാം എല്ലാവരും ഈ ഒരു പ്രതിജ്ഞ എടുക്കുക. നാം നമ്മുടെ ബയ്യത്തിന്റെ പ്രതിജ്ഞകൾ പൂർത്തിയാക്കുന്നവരായി തീരും. അള്ളാഹുവിന്റെയും അവന്റെ സൃഷ്ടികളോടുമുള്ള കടമകൾ पूरे तौर पर अदा करो. ഏതുപോലെ ഒരു മുഅ്മിനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവോ അതുപോലെ നിറവേറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നതായിരിക്കും. എപ്രകാരമാണോ അള്ളാഹു കൽപ്പന നൽകിയിരിക്കുന്നത്, അതിന്റെ പ്രകടനം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയിരിക്കുന്നു. റമളാന്റെ അനുഗ്രഹങ്ങളെ നാം എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. उसी तरह अदा करने की कोशिश करेंगे जिस तरह एक मोमिन
से तवक्को की जाती है और जिस तरह अल्लाह ताला ने हुक्म फरमाया और जिसका इजहार हज़रत मसीह मौऊद अलैहिस्सलाम ने फरमाया है। रमज़ान की बरक़ात को हम हमेशा अपनी ज़िंदगियों का हिस्सा बनाएंगे इंशाअल्लाह। अल्लाह ताला हमें इसकी तौफ़ीक़ अता फरमाए। अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना। मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल्हु फला हादिय लहु व नशहदु अन ला इलाहा इल्लल्लाह व नशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु। इबादल्लाह रहिमकुमुल्लाह इन्नल्लाह यअमुरु बिल-अद्लि वल-इहसान व ईताइ ज़िल क़ुर्बा व यन्हा अनिल फ़हशाइ वल मुनकरि वल बग़य य'iज़ुकुम लअल्लकुम तज़क्करून। उज़्कुरुल्लाह यज़्कुरुकुम वद्'ऊहु यस्तजिब लकुम व लज़िक्रुल्लाहि अकबर।